നമ്മള് ഇന്ന് പരാവസ്ഥലി വീട്ടിലോട്ട് പോവാണ് കേട്ടാ. അനിയത്തിയുടെ പരാവസ്ഥലി. ശരി ശരി ഓക്കെ. അപ്പോൾ നമുക്കിനി നമ്മുടെ അനിയത്തിനെയും നാത്തൂനെയൊക്കെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് അവരൊക്കെ എങ്ങനെയാണ് സെറ്റായിരിക്കണേന്നൊക്കെ ഒന്ന് നോക്കാം. ഇന്നത്തെ അന്തരീക്ഷമൊക്കെ നല്ല അന്തരീക്ഷമാണ് കേട്ടോ. നല്ല വെയിലപ്പോൾ ഇന്നലെയൊക്കെ ഈ സമയത്തൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അത് എല്ലാവരും റെഡിയായൊക്കെ നിൽക്കുവാണ്. രതീഷിനെ നോക്കിയേ. രതീഷിനെയാണ് ആദ്യം കാണിക്കുന്നത്. രതീഷ്, അളിയൻ, അനിയത്തി, നാത്തൂൻ, അമ്മ, അനന്തരക്കാർ. അരിമനെ നീട്ട് നോക്കിയേ. അമ്മ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായി നിൽക്കി. ഇറങ്ങിയൊക്കെ 9:30 പറഞ്ഞ് കറക്റ്റ് 9:30 തന്നെ ഇറങ്ങി. ഇത്തിരി തുളസിക്കതിരൊക്കെ ചൂടിട്ട അനിയത്തി. ഒന്നും വേണ്ട വെച്ചാ അതാണ് എൻ്റെ അഭിമാനം. തന്നെ അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് ചെന്നിട്ട് പച്ച ജംഗ്ഷനിൽ ചെന്നിട്ട് പിന്നെ ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തരാവേ. നിങ്ങളുടെ റോഡ് പിന്നെ പ്രശ്നമുള്ള റോഡ് തന്നെയാണ്. നല്ല മഴക്കാറ് മഴക്കൊക്കെ വീട്ടിലെത്താനായിട്ട് ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് പാട്ടിടാം അല്ലേ? സെന്റ് മൈക്കിൾസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ SM കോളേജ്. നമുക്കിപ്പോൾ കോളേജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയില്ല. മതിലെല്ലാം മാറ്റി പോയത് കാരണം ലൊക്കേഷനൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാർമൽ പോളിടെക്നിക് കോളേജ്. പള്ളിയുണ്ട് അതിനോടനുബന്ധിച്ചിട്ട്. പവർ ഹൗസ് അമ്പലപ്പുഴ പവർ ഹൗസ് ആയിരിക്കും, അല്ലെ പുന്നപ്പുറ ആയിരിക്കാം. കടത്ത് കടന്നാണ് പോണത്. അവിടെ നിന്നിട്ടേ കടത്ത് കയറുന്ന വണ്ടിയുണ്ട്. ചങ്ങാടത്തിൽ കയറിയിട്ട് അവിടെ അമ്പലപ്പുഴ ക്ഷേത്രം പടിഞ്ഞാറ് നട വെച്ചിട്ട് എടുക്കാൻ ഇരുന്നിട്ട് അത് വിട്ടുപോയി. ഇനി അടുത്ത പരിപാടി വെച്ചാൽ നമുക്ക് തകഴിയുടെ വീട് കാണാൻ പറ്റും. നല്ല ക്ഷേത്രം. സ്വാഗതം തകഴി. അത് ഗേറ്റാണ്. അപ്പൊ തകഴിയുടെ വീട് ഇവിടെ അടുത്താണ്. അതെ ഇതാണ് അല്ലേ? അതെ ഇതാണ് തകഴിയുടെ വീട് കേട്ടാ. കണ്ടോ തകഴി സ്മാരകമൊക്കെ അവിടെ ഉണ്ട്. തകഴിയുടെ വീട് തകഴി റെയിൽവേ ഗേറ്റിന്റെ തൊട്ട് പടിഞ്ഞാറേതാണ്. റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്ത് നമ്മൾ കറക്റ്റേക്ക് കടന്നു. ഇത് കുട്ടനാട് ഏരിയയാണ്. ഇത് കുട്ടനാട് താലൂക്കിൽ പാടശേഖരങ്ങളൊക്കെ കാണാം. ഇതിനു മുമ്പ് വരുമ്പോഴത്തേക്ക് ഇവിടെ മൊത്തം നല്ല നെൽകൃഷിയായിരിക്കും. കാണാൻ നല്ല ഭംഗിയായിരിക്കും വയലൊക്കെ. ഇപ്പൊ എല്ലാം ആമ്പലാണ് നിറയെ പിടിച്ച് നിൽക്കുന്നത്.
അപ്പൊ നമ്മളെല്ലാവരും ധനവസ്ഥയിൽ നടത്തുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഞങ്ങളെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോകാൻ ബൊക്കെയൊക്കെ വേണം. അനിയത്തിയുടെ വീടിലേക്ക് കാണുന്നതാണ് അനിയത്തിയുടെ വീട്. അങ്ങോട്ടുള്ള റോഡ്, ഇവിടെ ഒരു ചെറിയ കൈവഴിയായിട്ടുള്ള ഒരു ചെറിയ ഒരു തോട്, ഇതിൻ്റെ അപ്പുറേ ഒരു വീട്. സൂപ്പറാണ്. പിന്നെ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ വയലാണ്. ഇപ്പോൾ കൃഷിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞു പുള്ളിക്കാരത്തി ഇന്നലെ പോകുന്നേക്ക് ഇന്നെല്ലാവരും മുമ്പേ പോയാൽ പുറകെ നടക്കാം. ഇന്നലെ തന്നെ ഇവിടെ വന്ന് നിൽക്കുമായിരുന്നേ. അനിയനും അനിയത്തിയും ഫാമിലിയൊക്കെ ഇന്നലെ പോന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ചൂണ്ടയൊക്കെ ഇട്ടിട്ട് പോയാൽ മതി കേട്ടാ. എന്നാലും നമുക്കൊന്ന് ഇട്ട് നോക്കാം. അല്ല, 2 കരിമീൻ പിടിച്ചിട്ടേ പോണുള്ളൂ ഞാൻ. അത് പിള്ളേര് വരട്ടെ എന്നാ. അനിയത്തിയുടെ നാത്ത് മാമാ. അതെ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇവിടെ ആദ്യമായിട്ട് വരിക. അവൻ ഓടി. ശൈലേ ഓണാണോ? ഓണം എടുത്തുമ്മിലിട്ട് കൊടുക്കല്ലേ? കവിതയുടെ അച്ഛനാണ് കേട്ടോ. നമ്മുടെ ഊണിന് മുമ്പായിട്ട് വീതി വെച്ചേക്കുന്നതാണ്. അടുക്കള കാണാനായിട്ട് പോവുകയാണ്. അടുക്കളയൊക്കെ നല്ല സെറ്റപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അന്ന് വിശദമായിട്ടൊക്കെ കാണാം. ഇതാണ് അടുക്കള. സൂപ്പർ ഷെൽഫൊക്കെയാണ്. ഷെൽഫ് നല്ല രസമുണ്ട്, വേണം കേട്ടോ. ഒരെണ്ണമൊന്ന് തുറക്കാം. ഗ്യാസ് വെക്കാനുള്ള സ്പേസ് ഇതാണ് അല്ലേ. ഇവിടെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് സിങ്ക് കൊടുത്തേക്കുന്നത്. കൊള്ളാം, സെറ്റപ്പാ. ഇനി അവിടെ വർക്ക് ഏരിയ ആണല്ലേ, വർക്ക് ഏരിയ കാണാന്. അതെ, നല്ല ഭംഗിയില്ലേ സാറേ ഷെൽഫൊക്കെ. ഇപ്പൊ വർക്ക് ഏരിയ കാണാൻ വരുവാണ്. അരിയൊക്കെ വെച്ച് കൂട്ടി ഇട്ടിരിക്കുക. നമ്മള് പുതിയ അടുപ്പയിൽ വെച്ച ചോറ് കാണാം കേട്ടോ. നല്ല ചോറ് ഊറ്റാൻ പോവാണോ നമ്മളെ? ആ
മുറിയിലോട്ട് പോവാം. അവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുക കൊച്ചേ. താഴത്തേക്ക് പോരുവാ നമ്മള്. ഇവിടെ ഒരു നല്ല രസമാണ്. ഇവിടെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ വയൽ നിറയെ വെള്ളമൊക്കെ ഇട്ട് കിടക്കുന്നത്. കൃഷിയുള്ളപ്പോഴാണ് കാണാൻ ഭംഗി കേട്ടത്. പുറത്തോട്ട് കാണിക്കാം. കണ്ടോ, ഇനിയിപ്പോൾ അടുത്ത റൂമൊന്ന് കാണാം. റൂമൊക്കെ ഒന്ന് വീഡിയോ എടുക്കുക. എന്തായാലും ഇരിക്കട്ടെ, പിള്ളേരൊക്കെ അങ്ങനെ കിടക്കുമല്ലേ. വീട് നന്നായിട്ട് പൊക്കിയാ വെച്ചേക്കണേ ഇല്ലേ? ആ, വെള്ളം നിൽക്കാത്ത രൂപത്തിൽ, വെള്ളം പൊങ്ങിയാലും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രൂപത്തിലാണ് വെച്ചേക്കുന്ന വീട്. പുതിയ വീടിൻ്റെ ഇതൊക്കെ കാണിക്കുമ്പോൾ ബാത്റൂം, അതിൻ്റെ ഫ്ലോർ ടൈല് ഒക്കെ കാണിക്കുന്നതിൻ്റെ കൂടി നല്ല ടൈലൊക്കെയാണ് കിട്ടിയത്. ലൈറ്റ് കുറവാണ്. ഒരു ഒട്ടുപ്ലാവ് നിൽക്കുന്നുണ്ട്. പ്ലാവൊന്ന് കാണാം. ആ, ഇതിലെ ചക്കയാണ് ഇടയ്ക്ക് അവിടെ കൊണ്ടുവരണത്. ഇപ്പം കായ്ച്ച് തുടങ്ങിയുള്ളെന്ന് തോന്നുന്നു. നോക്കിക്കേ, കുഞ്ഞിപ്ലാവാണ്. ഇതേ ചെറിയൊരു ഒട്ടുപ്ലാവ് വേറെ അല്ലേ ചെയ്ത്? അത് അതിന്റെ കമ്പാണ്, അതിന്റെ കമ്പാണ്. കപ്പരം മറിഞ്ഞ് വീണ് കിടക്കണില്ലേ. വെണ്ടക്ക കാണാൻ വയ്യല്ലോ. ഇവിടെ ഇപ്പൊ വന്നാല് വെണ്ടക്ക ഉണ്ടാവും കേട്ടോ. വെണ്ടക്കയും പയറ്, ഇവിടെ മഞ്ഞള്, ചേന, വാഴ. ആ, ഇത് നമ്മുടെ ഇതിന്റെ ഫ്ലോറ് ശരിക്കും പൊക്കിയാ വെച്ചേക്കണേ ഇല്ലേ? മണ്ണിട്ട് നന്നായിട്ട് പൊക്കിയാ വെച്ചേക്കണേ. എനിക്ക് മേടിച്ചേക്കണ കാര്യം വിളിച്ചതല്ലേ പേരുടെ കാര്യം ഇങ്ങനെ കാണിച്ചത്. പന്തലിട്ടതേ, പന്തലിട്ട നന്നായിട്ട് കാണാൻ പറ്റത്തില്ല വീടിനെ. അപ്പം അങ്ങനെ മറ്റേ കോൺട്രാക്ട് നല്ല സൂപ്പർ. പന്തലിട്ടിട്ടെങ്കിലും വീടിന് നല്ല സൂപ്പർ വീടാണ്. ഡെമോ കാണിക്കാൻ വേണം, പാല് കാച്ചണ ഡെമോയൊക്കെ വേണം. നീരായ കൊണ്ടുപോയി നിർത്തി. നല്ല കാറ്റ്, ചെറിയ മഴക്കാറുണ്ടായിരുന്നു. അതാണ് പിള്ളേരെ എവിടെ പോയിരിക്കണം. അകത്തേക്ക് കയറാം, ഭയങ്കരമാണ്. എടുക്കാനായിട്ടൊന്നും ഇറങ്ങുവാണോ ദേവി? എടാ, നന്നായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ ഇരുന്നാണ്, അപ്പോഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ്. ഇറങ്ങുവാണോ രാജ ചേച്ചിയൊക്കെ? ആശുപത്രിയിലോട്ട് ആണോ? ഞങ്ങൾ ചെന്നിട്ട് വേണം അവർക്ക്. ഇടം കൂടെ ഞങ്ങൾ ഇറങ്ങിയാണ് കേട്ടാ. ശരി എന്നാ. നിങ്ങളുടെ വണ്ടി ഇനി ഫ്രണ്ടിൽ പോവാ. ഇങ്ങോട്ട് വന്നപ്പോൾ
കുഞ്ഞു ടാറ്റ. കുഞ്ഞു വരുന്നുണ്ടോ ഞങ്ങളുടെ കൂട്ടത്തില്? ആ കുഞ്ഞു നാളെ വരുന്നുള്ളു ട്രെയിനിന്. കുഞ്ഞു ഐസ്ക്രീം ഞങ്ങൾക്കില്ലേ? അപ്പൊ ശാന്താമ്മേ ടാറ്റ. എല്ലാരും തേജ് വന്ന് പെട്ടു പോണേ.